പോയിട്ടോ. ശരി സിസ്റ്റർ, നന്ദിയുണ്ട്. എന്റെ മോള് സങ്കടപ്പെടണ്ട. എന്റെ മോളെ ഈ അവസ്ഥയിലെത്തിച്ച അമ്മ വെറുതെ വിടുന്ന മോള് വിചാരിക്കണ്ട. ഒരുവിക്ക് നമുക്ക് പോവാം. ശരി ആന്റി. മേഡം, ഞാനത് പറയുന്നത് കേക്ക്. എങ്ങനെങ്കിലും എന്നെ തുറന്നു വിട്. നിന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ കുറെ സമയം പറയണു. മേഡം, എന്നെ തുറന്നു വിട്. എന്നാ മാത്രം എനിക്ക് അവരെയൊക്കെ രക്ഷിക്കാൻ പറ്റൂ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊല്ലാൻ നോക്കിയിട്ടവന്റെ മിണ്ടാതിരിക്കാനാ പറഞ്ഞ. നിനക്ക് ഈ മറിയാമ്മ തോമസ് ആരെന്ന് അറിയില്ല. നിങ്ങളോ? എന്ത് വേണം? നിങ്ങൾ എന്തിനാ വന്ന് എന്നെ വീണ്ടും ജയിലിടാനോ? ചന്ദ്രമുഖി ഇരിക്കും. എന്താ ഏറെ കൊണ്ട് വേറെ പരാതി ഉണ്ടോ? പിന്നെന്താ വന്നേ? എന്താന്ന് വെച്ചത് പറ. ഇവനിക്ക് ശിക്ഷ കൊടുക്കാനാണ്. ഇവന് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ വാങ്ങി കൊടുക്കും. എന്താ ചന്ദ്രമുഖി താൻ പറയുന്നത്? നിങ്ങളല്ലേ പറയുന്നത്? ഇപ്പൊ ആള് മാറ്റി പറയുന്നോ? നിങ്ങളെ കുട്ടി കളിക്കുള്ള സ്ഥലമല്ലത്, കേട്ടല്ലോ? മേഡം, അവർ പറയുന്നത് കേട്ടില്ല. എന്നെ വെറുതെ വിട്. എന്താ മേഡം? അയാളെ തുറന്നു വിട്ടേക്കടോ. ഓക്കെ മേഡം. മേഡം, വളരെ നന്ദിയുണ്ട്. നിങ്ങളെ ഭാഗത്ത് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ചെല്ല്. ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യന് പണിയുണ്ടാക്കാൻ വേണ്ടി. എന്ത് വേണം? നിങ്ങൾ ആ പേരും പറഞ്ഞ എന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേ. ഞാൻ പറയില്ല. ഇല്ല, ഇനി ഞാൻ ടിവിയെ കുറിച്ച് ഒന്നും പറയില്ല. എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്താ വേണ്ട? കുറെ നേരം എന്റെ ബാഗ് തന്നെ നടക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ടിവിയെ കുറിച്ച് ഒന്നും പറയാനില്ല. പറ, നിങ്ങൾക്ക് എന്താ അറിയേണ്ട ടിവിയെ കുറിച്ച്? അതിന് നമ്മൾ മനുഷ്യരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ആ ടിവിയെ നശിപ്പിക്കണമെങ്കിൽ ഉൾക്കടലിൽ പോണം. നാളെ രാവിലെ കൃത്യം 9 മണിക്ക് നിങ്ങൾ ഇതേ സ്ഥലത്ത് വരണം. ഞാനെല്ലാം പറയാം. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട. എന്റെ മോളെ പേടിക്കണ്ട. നാളെ ഒരു രാത്രി കൂടി മതി. എല്ലാം കലങ്ങി തെളി. നീ നോക്കിക്കോ. ആ ടിവി എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ